ഖത്തറിൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട 5 ട്രാഫിക് ഫൈനുകളെക്കുറിച്ച് പറയാം. ഒന്നാമത്തേത്, എക്സ്പയർഡ് ഡ്രൈവിംഗ് ലൈസൻസുമായി ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 1500 റിയാലാണ് ഫൈൻ. ബ്ലാക്ക് പോയിന്റ്സ് ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമത്തേത്, ലീഗലി സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസുമായി ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 3000 റിയാലാണ് ഫൈൻ. 3 ബ്ലാക്ക് പോയിന്റ് ഉണ്ടായിരിക്കും. മൂന്നാമത്തത്, ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ ഡ്രൈവിംഗിനിടയിൽ ട്രാഫിക് പോലീസ് ആവശ്യപ്പെടുന്ന സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം ഇല്ലാതിരിക്കുകയും ചെയ്താൽ 500 റിയാൽ ഫൈൻ, 1 ബ്ലാക്ക് പോയിന്റ്സും ഉണ്ടായിരിക്കും. നാലാമത്തത്, ഒന്നിൽ കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുകയും അത് ദുരുപയോഗം ചെയ്യുന്നത് പിടിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ 500 റിയാൽ ഫൈൻ ഉണ്ടായിരിക്കും. ബ്ലാക്ക് പോയിന്റ് ഉണ്ടായിരിക്കുകയില്ല. അഞ്ചാമത്തത്, ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുകയോ ഡ്രൈവിംഗ് ലൈസൻസിന് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ തൊട്ടടുത്തുള്ള ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നാൽ 300 റിയാലായിരിക്കും ഫൈൻ. അതിൽ ബ്ലാക്ക് പോയിന്റ് ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചതിന് ശേഷം ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നാലും നിങ്ങൾക്ക് 300 റിയാൽ ഫൈൻ ഉണ്ടായിരിക്കും. അതിന് ബ്ലാക്ക് പോയിന്റ് ഉണ്ടായിരിക്കുകയില്ല. ഞാനീ പറഞ്ഞ അഞ്ചാമത്തെ ട്രാഫിക് ഫൈനിനെ കുറിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെടുകയോ ഡാമേജ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തുള്ള ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ നഷ്ടപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് അറിയിച്ചു. ട്രാഫിക് ലൈസൻസ് പുതിയൊരു ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് തന്നു. അങ്ങനെ തന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉടനെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ വിവരം അറിയിക്കണം. അല്ലാതെ അങ്ങനെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അതിനും 300 റിയാൽ ഫൈൻ ഉണ്ടായിരിക്കും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.